പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമമായ തൃശ്ശൂരിലെ കുണ്ടന്നൂരിൽ ജനിച്ചു വളർന്ന് 26 വർഷം മാത്രം ജീവിച്ച് വെറും 35 ദിവസങ്ങൾ മാത്രം ഒരു സന്യാസിനിയായി ജീവിച്ച് ദേവദാസി പദത്തിലേക്ക് ഉയർന്ന സിസ്റ്റർ സെലിൻ കണ്ണനായ്ക്കലിനെയാണ്. സിസ്റ്റർ സെലിനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ലോകത്തിൽ ദുഃഖങ്ങളും വേദനകളും ആകുലതകളുമായി ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ സഹായിക്കുന്ന ഒരു മധ്യസ്ഥയായിട്ടാണ് സിസ്റ്റർ സെലിൻ സ്വർഗത്തിലിരിക്കുന്നത്. കാരണം സിസ്റ്റർ ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ സുപ്പീരിയറായിരുന്ന സിസ്റ്റർ സ്റ്റെഫാനിയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ലോകത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സിൽ, അവരുടെ ജീവിതത്തിൽ, അവർ ഹൃദയത്തിൽ ഒതുക്കിയിരിക്കുന്ന ഒരുപാട് ദുഃഖങ്ങൾ ഒതുക്കി കണ്ണീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ഞാൻ ഈശോയുടെ മുറിവണിഞ്ഞ ആ ഇടത് കരത്തിൽ പിടിച്ചുകൊണ്ട് ഈശോയോട് പറയും, ഈശോയെ അങ്ങ് ആർക്ക് വേണ്ടിയാണ് ഈ മുറിവുകൾ ഏറ്റെടുത്തത്? ഈ കരയുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ലേ, ഈ വ്യക്തിക്ക് വേണ്ടിയല്ലേ? അതുകൊണ്ട് അങ്ങയുടെ മുറിവണിഞ്ഞ വലതുകരം ഉയർത്തി ആശീർവദിച്ച് ആ വ്യക്തിയെ സുഖപ്പെടുത്തണം. ആ വ്യക്തിക്ക് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം കൊടുത്ത് കണ്ണീരൊപ്പി മുറിവുകൾ ഉണക്കി അയാളെ സന്തോഷവാനാക്കണമെന്ന് ഞാൻ പറയും. ഈശോ അത് ചെയ്യുന്നത് വരെ ഞാൻ ഈശോയുടെ ഇടതുകരം മുറുക്കി പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കൊക്കെ ഇന്ന് ലോകത്തിലെല്ലാവർക്കും ദുഃഖങ്ങളും വേദനകളും മുറിവുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുറിവുകളൊക്കെ ഉണക്കാൻ സ്വർഗത്തിലുള്ളൊരു മധ്യസ്ഥയാണ് ഈ സിസ്റ്റർ സെലിൻ കണ്ണനായ്ക്കൽ. നമ്മളെപ്പോലെയുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഈ തൃശ്ശൂരിലുള്ള കുണ്ടന്നൂർ ഒരു സാധാരണ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഇങ്ങനെ അതിവിശുദ്ധയായ ഒരു കുഞ്ഞ് ജനിച്ച് ഒരു കുടുംബത്തിൽ വളർന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. സിസ്റ്റർ ജനിച്ചത് 1931 ഫെബ്രുവരി 13 1931 പറയാൻ നമുക്കറിയാം, സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളൊക്കെയാണ്. അന്ന് കേരളത്തിലൊക്കെ വില്ലേജുകളിൽ പ്രത്യേകിച്ചും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉള്ളൊരു സമയമായിരുന്നു. അതുപോലെ ഈ വീടും അങ്ങനെ തന്നെയായിരുന്നു. കണ്ണനായ്ക്കൽ വീട് അവർ കൊട്ടേക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, ഇടവകയിൽ നിന്ന് കുണ്ടന്നൂർ വന്ന് താമസിച്ചവരായിരുന്നു. കുണ്ടന്നൂർ ഇടവകയ്ക്കും അതുപോലെ ഒരുപാട് കൊല്ലത്തെ 1859 തുടങ്ങിയൊക്കെ ആ ഇടവക ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ക്രൈസ്തവ പാരമ്പര്യമുള്ള ഒരു ഇടവകയായിരുന്നു ഈ കുണ്ടന്നൂർ ഇടവക. അപ്പോൾ അവിടെ വന്ന് താമസിച്ച് അവരവിടെ കൃഷി ചെയ്താണ് സിസ്റ്റർ സെലിൻ്റെ അപ്പച്ചൻ പൊറിഞ്ചുവും, ഫ്രാൻസിസ് എന്നുള്ള പേരാണ് തൃശ്ശൂരിൽ പൊറിഞ്ചു എന്ന് വിളിക്കുന്നത്. അതുപോലെ അമ്മ പ്ലമേന, ഫിലോമിന എന്നുള്ള പേരിൻ്റെ വിളിപ്പേരാണ് പ്ലമേന. ഈ അമ്മയും അപ്പനും അവരുടെ കുടുംബത്തെ അവിടെ വളർത്തുന്നത്. അപ്പോൾ സെലിൻ രണ്ടാമത്തെ മകളായിരുന്നു. ആദ്യത്തേത് അവർ കോച്ച എന്ന് വിളിച്ച മകനായിരുന്നു. അതുപോലെ സെലിൻ്റെ താഴെ വീണ്ടും 3 മക്കളുണ്ട്, കുര്യൻ, വർഗീസ്, അതുപോലെ സിസിലി. ഈ മക്കളെ വളർത്താനായിട്ട് അവരൊരുപാട് കഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ അവരുടെ പ്രതീക്ഷ, അന്നത്തെ കേരളത്തിലെ കുടുംബങ്ങളിലൊക്കെയുള്ളൊരു പ്രതീക്ഷയാണത്, ഈ കുഞ്ഞുങ്ങളെ പഠിച്ച് വളർന്ന് വലുതായി ഞങ്ങളുടെ കുടുംബത്തെ വലുതാക്കും, ഇവിടെ ദാരിദ്ര്യമൊക്കെ മാറ്റി ഇവിടെ സമ്പത്തുണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മൂത്ത മകൻ കൊച്ച പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ അവനൊരു പനി വന്ന് അസുഖം വന്ന് മരിച്ചുപോയി. പിന്നെ സെലിനായിരുന്നു അവരുടെ എല്ലാ പ്രതീക്ഷയും. അപ്പോൾ സെലിൻ പഠിച്ചത് കുണ്ടന്നൂർ ഒരു പള്ളിയുടെ സ്കൂളുണ്ട്, ഗവൺമെൻറ് സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് ലോവർ പ്രൈമറി LP സ്കൂൾ പഠിച്ചത്. പിന്നെ UP സ്കൂളിലേക്ക് പഠിക്കുമ്പോൾ അന്ന് കേരളത്തെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ട് കാണാം, 2 സ്റ്റേറ്റായിട്ട്. ഒന്ന് കൊച്ചി സ്റ്റേറ്റും രണ്ടാമത്തേത് മലബാർ സ്റ്റേറ്റും. അപ്പോൾ കൊച്ചിയിലും മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു, കൊച്ചി നമ്മുടെ രാജാക്കന്മാരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് 2 സ്ഥലത്തും UP സ്കൂളായപ്പോൾ കൊച്ചിയിൽ പഠിക്കണമെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കണം, മലബാറിൽ ഫീസ് കുറവാണ്. അതുകൊണ്ട് അവർക്ക് കൊച്ചിയിലെ കൊച്ചിയിൽ പെട്ടതാണ് കുണ്ടന്നൂരും ആ ഭാഗങ്ങളൊക്കെ, പാലക്കാടിനോട് ബന്ധപ്പെട്ട ആ ഭാഗങ്ങളൊക്കെ കൊച്ചി സ്റ്റേറ്റിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അവർക്ക് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് സെലിൻ്റെ അമ്മയുടെ കുടുംബം അത് കോട്ടപ്പടിയിലാണ്, കോട്ടപ്പടി മലബാറിലായിരുന്നു. അപ്പോൾ കോട്ടപ്പടിയിലേക്ക് ഇവളെ കൊണ്ടുപോയി കോട്ടപ്പടിയിലെ സെൻറ്റ് ലാസേഴ്സ് സ്കൂളിലാണ് അവളുടെ UP സ്കൂൾ അധ്യാപനം നടന്നത്. ഹൈസ്കൂളിലായപ്പോൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് മലബാറിലും കൊച്ചിയിലും ഒരേ ഫീസ് സമ്പ്രദായം ആയതുകൊണ്ട് മാതാപിതാക്കൾ അവളെ തിരിച്ച് കുണ്ടന്നൂരിലേക്ക് കൊണ്ടുവന്നു. കുണ്ടന്നൂരിനടുത്തുള്ള എരുമപ്പെട്ടി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായിട്ട് അവളെ ചേർത്തത്.
അപ്പോൾ കൂട്ടുകാരൊക്കെ ഇന്ന് ഓർക്കുന്ന ഒരു കാര്യമാണ്. അന്ന് കുണ്ടന്നൂരിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഒന്നിച്ച് ചേർന്ന് അവർ നടന്ന് ഏതാണ്ട് 1 മണിക്കൂർ നടക്കാനുള്ള ദൂരമുണ്ട് എരുമപ്പെട്ടിയിലേക്ക്. അപ്പോൾ എരുമപ്പെട്ടിയിലേക്ക് നടന്നാണ് അവർ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും. സെലിനായിരുന്നു അവരുടെ ലീഡർ, ഏറ്റവും മൂത്ത കുട്ടി. അതുകൊണ്ട് സെലിൻ പറയുന്നതനുസരിച്ച് അവരെല്ലാവരും കൊന്ത ചൊല്ലിക്കൊണ്ടാണ് അവർ കുണ്ടന്നൂർക്ക് പോവുകയും വരികയും ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃതജപങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട്. അപ്പോൾ കൊച്ചു ചെറുപ്പത്തിലെ സെലിനിൽ ഇങ്ങനെയുള്ള ഒരു വിശുദ്ധിയുടെ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവളുടെ അമ്മയും വീട്ടുകാരൊക്കെ പറയുന്നത് ആദ്യ കുർബാന സ്വീകരണത്തിന് മുമ്പ് തന്നെ സെലിൻ ഇങ്ങനെ അമ്മയും വല്യമ്മച്ചിയും ഒക്കെ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവളുടെ മനസ്സിലത് ഇനി അവൾക്ക് ദൈവികമായിട്ട് കിട്ടിയ വെളിപാടാണോ എന്ന് പോലും സംശയിക്കാത്ത രീതിയിൽ ഈ കൊച്ചുകുട്ടിയായിരിക്കും മദ്യവികാരണ സ്വീകരണത്തിന് മുമ്പ് തന്നെ അവൾക്ക് ഈശോയോട് വലിയ സ്നേഹവും ഈശോയുടെ മണവാട്ടിയാകണമെന്നുള്ള ആഗ്രഹവും അത് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് തന്നെ ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് തന്നെ സമർപ്പിച്ചു എന്നാണ് അവൾ പിന്നീട് പറയുന്നത്. ഞാൻ ഈശോയുടെ മണവാട്ടിയായി തീർന്നു, ഈശോ എൻ്റെ മണവാളനായി തീർന്നു, എൻ്റെ ജീവിതം ഇനി ഈശോയ്ക്കുള്ളതാണെന്ന് ദിവ്യകാരുണ്യ സ്വീകരണ വേളയിൽ തന്നെ അവൾ തീരുമാനിച്ചു. പിന്നെ അമ്മ പറയുന്നുണ്ട് ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇവളിങ്ങനെ വീട്ടിലൊരു മൂലയിലിരുന്ന് കൈവിരിച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. പിന്നെ അവരുടെ വീടിൻ്റെ പുറത്ത് പറമ്പിലൊരു വലിയ മരമുണ്ട്, പടർന്ന് പന്തിരിച്ച് നിൽക്കുന്ന മരം. ആ മരത്തിൻ്റെ ചുവട്ടിൽ അവളിങ്ങനെ ഇടയ്ക്ക് കൈവിരിച്ച് ഇങ്ങനെ മണിക്കൂറുകളോളം കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഈ ചെറിയ കുട്ടി. അപ്പോൾ അമ്മ ഒരു ദിവസം അവളോട് ചോദിച്ചു, നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഈശോ ഒരുപാട് സഹിക്കുകയല്ലേ, കുരിശി കിടന്നുകൊണ്ട് ഈശോ മനുഷ്യ പാപങ്ങൾക്ക് വേണ്ടി സഹിക്കുക, മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈശോയോട് പറയും, അതെനിക്ക് ഇടയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈശോയോട് പറയും, ഈശോയെ കുറച്ച് നേരം ഈശോ കൈ താഴെ വെച്ചോ, ഞാൻ എൻ്റെ കൈ വിരിച്ച് പിടിച്ച് ഈശോയ്ക്ക് വേണ്ടി പകരം ആ മനുഷ്യർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവൾ കൈ വിരിച്ച് പിടിക്കുന്നതാണെന്നാണ് പറഞ്ഞത്, ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ. അങ്ങനെ അവൾ വലുതായി ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. അപ്പോൾ അവൾ വീട്ടിൽ പറഞ്ഞു, എനിക്ക് മഠത്തിൽ ചേരണം, സന്യാസിയാവണം, എനിക്ക് ഈശോയുടെ വേണ്ടി പൂർണ്ണമായിട്ട് ജീവിക്കണമെന്ന് അവൾ വീട്ടിൽ പറയുകയാണ്. അപ്പോൾ വീട്ടിലുള്ളവർ പറയും, നീ എന്തായി പറയും, നീ അല്ലേ മൂത്ത കുട്ടി, അപ്പോൾ നീ പഠിച്ചു വന്നിട്ട് ഒരു ജോലി മേടിച്ച് ഇവരെയൊക്കെ സംരക്ഷിക്കണം, ഇവരെ പഠിപ്പിക്കണം, വളർത്തണം എന്നൊക്കെ ഇവളോട് അമ്മയപ്പനൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അപ്പോൾ അവളൊരു കണ്ടീഷൻ പറയും, ഒരു കാര്യം ചെയ്യാം, ഞാൻ പഠിച്ച് ജോലി വാങ്ങിയിട്ട് അവളുടെ അനിയനുണ്ട് ജോസ് പഠിച്ചൊരു ജോലി വാങ്ങിക്കഴിഞ്ഞാൽ എന്നെ പോകാനായിട്ട് അനുവദിക്കണം എന്ന് പറയാം. അങ്ങനെ ഒരു വീട്ടിലൊരു എഗ്രിമെൻറ്റോട് കൂടിയിട്ട് അവൾ പിന്നെ TTC പഠിക്കാനായിട്ട് ട്രെയിനിങ് പഠിക്കാനായിട്ട് ആനപ്പാറ എന്ന് പറയുന്ന ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ പോയി പഠിക്കുകയാണ്. അങ്ങനെ അവൾ ആനപ്പാറയിൽ പോയി പഠിക്കുന്ന സമയത്ത് അവളെക്കുറിച്ചൊരു കിംവദന്തി ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അവളുടെ വീട്ടുകാരുടെ സുഹൃത്തായ അടുത്തുള്ള ഒരു പോളെന്ന് പറയുന്ന ഒരു പയ്യൻ എല്ലാ ദിവസവും ഈ വണ്ടിയിൽ തന്നെ കയറി അവൻ തൃശ്ശൂർക്ക് ജോലിക്ക് പോകും, തിരിച്ചു വരുമ്പോൾ അതേ വണ്ടിയിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അവൻ ഇങ്ങനെ വരുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവരെക്കുറിച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി അതിൻ്റെ ഒരു വിഷമമായി. അപ്പോൾ അവൾ വീട്ടിൽ വന്ന് അമ്മയോട് പറയുന്നുണ്ട്, അമ്മയോടും അപ്പനോടും പറയും, ഇനി പോളിനോട് ഈ വണ്ടിയിൽ കയറരുതെന്ന് പറയണമെന്നൊക്കെ. അപ്പോൾ അപ്പം പറയും, എങ്ങനെയാണ് പറയുക, അവൻ എൻ്റെ സുഹൃത്താണ്, അവൻ ഏത് വണ്ടിയിൽ വേണമെങ്കിൽ കയറി പോകാനായിട്ട് സുഹൃത്തിൻ്റെ മകനാണ്, ഏത് വണ്ടിയിലും കയറി പോകാമല്ലോ. അതേസമയം അമ്മ ഇടപെട്ടിട്ട് അമ്മ ഒരു ദിവസം ഇവനെ വിളിച്ചുവിട്ട് വരുമ്പോൾ പറയും, നീ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നീ പോകരുതെന്നൊക്കെ പറയുമ്പോൾ അവൻ പിന്നെ പോകാതിരിക്കുകയാണ്. അങ്ങനെ അയാൾ TTC കഴിഞ്ഞ് കുണ്ടന്നൂർ അവരുടെ പള്ളി സ്കൂളിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഗവൺമെൻറ് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും പ്രതീക്ഷിക്കും ആ ഇടവകയിലുള്ള ആർക്കെങ്കിലുമാണ് അവിടെ വരുന്ന ആ പോസ്റ്റുകൾക്ക് പ്രിഫറൻസ് കിട്ടുക. അതുകൊണ്ട് അവളുടെ വീട്ടിലുള്ളവർ അപ്പനും അമ്മയും അവളൊക്കെ വിചാരിച്ചു ഈ പോസ്റ്റിലേക്ക് സെലിനെ അവർ അപ്പോയിൻറ്റ് ചെയ്യുമെന്ന്. പക്ഷേ ആ സമയത്ത് പള്ളി കമ്മിറ്റിക്ക് ഒരുപാട് പള്ളിക്കും സ്കൂളിനൊക്കെ ഒരുപാട് ബാധ്യതകളുണ്ടതുകൊണ്ട് അവർ ഒരു വലിയ എമൗണ്ട് കോൺട്രിബ്യൂഷനായിട്ട് ചോദിച്ചു. അപ്പോൾ അത് കൊടുക്കാനുള്ള സാധ്യത ഇവരുടെ കയ്യിലില്ലാത്തതുകൊണ്ട് അവർക്ക് വിഷമം തോന്നി, കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ പള്ളി സ്കൂളിൽ അവൾക്ക് ജോലി കിട്ടിയില്ല. അങ്ങനെ ജോലി കിട്ടാതെ അവൾ ഇത് ദൈവഹിതമായിരിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവരുടെ ഒരു ബന്ധു, ഒരു കുട്ടപ്പൻ കോനിക്കര എന്ന് പറഞ്ഞ ബന്ധു ആമ്പക്കാട് അവിടെ ഒരു ഹോളി ഫാമിലി സ്കൂളുണ്ട്, സെൻറ്റ് മേരീസ് ഹോളി ഫാമിലി സ്കൂള്. ആ സ്കൂളിൽ ഇവൾക്കൊരു പോസ്റ്റ് ശരിയാക്കി കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ കുട്ടപ്പൻ്റെ വീട്ടിൽ താമസിച്ചാണ് അവൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ അങ്ങനെ ജോലിക്ക് ചേർന്നു. അവിടെ ചേർന്ന് 1951 ജൂണിലാണ് അവിടെ ജോലിക്കായിട്ട് ചേർന്നത്. അവിടെ ഒരു ലീവ് വേക്കൻസി ആയിരുന്നു. അത് ഏതാണ്ട് ഒക്ടോബർ 31 ആ ലീവ് വേക്കൻസി അവസാനിച്ചു. അങ്ങനെ അവൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് വീട്ടിൽ നിൽക്കുമ്പോഴാണ് അമ്മയുടെ ഒരു കസിൻ, ഒരു റോസ എന്ന് പറഞ്ഞ കസിൻ, കോഴിക്കോട് കൂരാച്ചുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ടീച്ചറായിരുന്ന ഒരു റോസ എന്ന് പറഞ്ഞ കസിൻ വീട്ടിൽ വരികയും അപ്പോൾ ഇവളിങ്ങനെ ജോലിയില്ലാതെ നിൽക്കുക എന്ന് കേട്ടപ്പം ഞാൻ അവിടുത്തെ അച്ഛനോട് പറഞ്ഞ്
വർഗീസ് തയ്യിൽ എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു. ആ അച്ഛൻ നല്ല അച്ഛനാണ്. അപ്പോൾ ഞാൻ ആ അച്ഛനോട് പറഞ്ഞ് നിനക്ക് അവിടെ ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവളോട് പറയുകയാണ്. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ട് 1951 നവംബർ മുതൽ സ്കൂളിൽ സെൻറ്റ് തോമസ് എലിമെൻ്ററി സ്കൂൾ കൂരാച്ചുണ്ടിൽ പഠിപ്പിക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അവിടെ പഠിപ്പിക്കുമ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് പറയുകയാണ്, ഒരു ടീച്ചർ ഒരു ദിവസം ഇവൾ കുളിക്കാനൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു സ്വരം കേൾക്കും, ഇനെന്താ സ്വരം. അപ്പോൾ ഈ ടീച്ചർ ആകാംക്ഷ തോന്നിയിട്ട് ഒരു ദിവസം ഇങ്ങനെ അന്വേഷിച്ച് നോക്കി. അപ്പോൾ ചെമ്മട്ടി അടിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ യുവതി, സന്യാസ പരിശീലനമൊന്നും കിട്ടാത്ത ഈ യുവതി അന്ന് തന്നെ ഈശോയുടെ സഹനങ്ങളെ കണ്ടുകൊണ്ട് ഈശോയുടെ സഹനം ഏറ്റെടുത്തിട്ട്, അപ്പോൾ കൈ വിരിച്ച് പിടിക്കുന്ന ഈശോയുടെ കുരിശിലെ കൈക്ക് ആശ്വാസം കൊടുക്കുന്ന പോലെ അടികൊള്ളുന്ന ഈശോയെ കാണുമ്പോഴവൾ ഈശോ അടികൊള്ളണ്ട, ഞാൻ കൊണ്ടുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അടിച്ച് സ്വയം പീഡിപ്പിച്ച് സ്വയം പരിഹാരം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് പോയത് അങ്ങനെയാണല്ലോ, അനിയൻ ജോലി കിട്ടുന്നത് വരെ ഞാൻ പഠിപ്പിക്കുക, പൈസ ഉണ്ടാക്കി വീട്ടിൽ കൊടുക്കാമെന്നുള്ള ഒരു ഇതിലാണ് വീട്ടിലേക്ക് പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് അനിയനായിരുന്ന ജോസിന് കോയമ്പത്തൂരിലൊരു ജോലി കിട്ടി. കുറച്ച് നാൾ അവിടെ ചെയ്തതിന് ശേഷം മദ്രാസിലേക്ക് പോയി. അപ്പോൾ കുറച്ചുകൂടെ നല്ല ജോലി മദ്രാസിൽ കിട്ടി. അപ്പോൾ സെലിം വിചാരിച്ചു, ഇനി എനിക്ക് മഠത്തിൽ ചേരാൻ, എനിക്ക് എൻ്റെ ഉത്തരവാദിത്തമൊക്കെ ജോസ് ഏറ്റെടുത്തോളും എന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ വീട്ടിലേക്ക് അറിയിച്ചു, ഞാൻ സന്യാസ സഭയിൽ ചേരാൻ പോകുന്നു. അപ്പോൾ ഈ അച്ഛനോട് പറഞ്ഞു, തയ്യിൽ അച്ഛനോട്, വർഗീസ് തയ്യിൽ എന്ന് പറഞ്ഞ അച്ഛൻ്റെ റെക്കമെൻഡേഷനിലാണ് അവിടെ പോയിരുന്നത്. അദ്ദേഹമായിരുന്നു അവിടുത്തെ വികാരിയൊക്കെ, ആ പള്ളിയുടെ മാനേജറും. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ സന്യാസ സഭയിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉർസുലൈൻ സഭയെ പരിചയപ്പെടുത്തി. ഒരു മിഷണറി സഭയാണ്, ഇറ്റലിയിൽ റോമിൽ അവരുടെ ആസ്ഥാനമുള്ള ഒരു മിഷണറി സഭ. ആ സഭയിൽ ആണ് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ അവിടെ ചേരുന്നതിന് മുമ്പ് വീട്ടിലേക്ക് യാത്ര പറയാനായിട്ട് വീട്ടിൽ പോയി എല്ലാം ഒരുങ്ങിയിട്ട് വേണമല്ലോ. അപ്പോൾ സ്കൂളിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് അവൾ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ആ സമയത്താണ് വീട്ടിലുണ്ടായിരുന്ന അനിയൻ, ആ അനിയൻ്റെ പേര് വർഗീസ് എന്ന് പറഞ്ഞ ഒരു അനിയനുണ്ട്. അവൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അവൻ അവിടെയുള്ള വികാരി അച്ഛന്, അവൻ പഠിക്കുന്നത് ഇവരുടെ വീടിനടുത്തുള്ള സ്കൂളിലാണ്. ആ സ്കൂളിലെ വികാരിയച്ഛൻ, ആ വികാരിയച്ഛൻ ഒരു പട്ടിയെ വളർത്തിയിരുന്നു. അപ്പോൾ ഇവൻ ആ പട്ടിക്ക് ഇടയ്ക്കൊക്കെ ഇവർക്ക് കിട്ടുന്ന ഉച്ചഭക്ഷണത്തിൻ്റെ കുറച്ച് കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ പട്ടിയുമായിട്ട് ഇവനൊരു ബന്ധമുണ്ടായിരുന്നു വർഗീസിന്. ഒരു ദിവസം ഈ പട്ടിയോട് കളിക്കുന്ന സമയത്ത് ഈ പട്ടി ഇവൻ്റെ ചെവി കയറിയിട്ട് കടിച്ചു. ചെറിയ കടിയാണ്, എന്നാലും അവർ പട്ടിയെ കടിച്ചതല്ലേ എന്ന് വിചാരിച്ചു കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഈ പട്ടിയെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് പേയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനിങ്ങനെ ഒരു എപ്പിലെപ്സി പോലെ കാണിക്കാൻ തുടങ്ങി. അവൻ കാണിക്കുമ്പോൾ അതിനൊപ്പം തന്നെ അവരുടെ ഇളയ അനിയത്തിയുണ്ട്, സിസിലി എന്ന് പറഞ്ഞ അനിയത്തി. അപ്പോൾ സിസിലി എന്ന് പറഞ്ഞ അനിയത്തിയും ഇങ്ങനെ തന്നെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ 2 പേർക്ക് ഇങ്ങനെ ഒരു തരം എപ്പിലെപ്സി പോലെയൊക്കെ കാണിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് പട്ടിയുടെ വിഷമൊന്നും അല്ല, കാരണം പട്ടിക്ക് ബാധയൊന്നും ഉണ്ടായിരുന്നില്ല, പട്ടി ഇപ്പോഴും നോർമലായിട്ട് ജീവിക്കുന്നുണ്ട്. അതേസമയം ഈ കുട്ടികൾക്ക് 2 പേർക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ നാട്ടിലൊരു പ്രചാരണം വന്ന് ഈ കുട്ടികൾക്ക് എന്തോ പിശാച് ബാധയാണ് 2 പിള്ളേർക്കെന്ന് ഒരു സംസാരം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെലിൻ മഠത്തിൽ ചേരാനായിട്ട് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ അവസ്ഥ കണ്ടപ്പോൾ അവൾക്ക് ഒന്നുകൂടെ വിഷമമായി. ഇങ്ങനെ ഈ 2 കുട്ടികളും അസുഖമായി, അവർക്കിടയ്ക്ക് ചികിത്സ കൊടുക്കണം, അമ്മ അവരെ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടിയൊക്കെ നോക്കുക. പിന്നെ അവൾക്ക് മനസ്സിൽ തോന്നി, ഇത് പിശാചിൻ്റെ പരീക്ഷണമാണ്, ഞാൻ സന്യാസി പോകാതിരിക്കാനായിട്ടുള്ളൊരു പരീക്ഷണമാണ്, ഇവരെയൊക്കെ ദൈവം നോക്കിക്കോളും, എന്നാലും ഞാൻ പോകുമെന്നൊക്കെ അവൾ മനസ്സിൽ തീരുമാനിച്ചു. ആ സമയത്ത് മദ്രാസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഇവരൊക്കെ വിചാരിച്ചത് സിസ്റ്ററിനെ സെലിനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അവൻ വന്നിട്ട് പറയുന്നത്, എനിക്കും ദൈവവിളി ലഭിച്ചു, എനിക്ക് ജെസ്യൂട്ട് സന്യാസഭയിൽ ചേരണം, അപ്പോൾ ഞാനും അവിടെ ചേരാൻ പോവുക. അപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, പിന്നെ ഒരു അനിയനും കൂടെ ഉണ്ട്, കുര്യൻ എന്ന് പറഞ്ഞ് ഇവൻ്റെ നേരെ താഴെയുള്ള അനിയനുണ്ട്. ആ അനിയൻ ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് അതുവരെ നീ അവിടെ നിന്ന് ജോലി ചെയ്യുന്നിട്ട് അനിയന് ജോലി കിട്ടിയിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞ അപ്പനും അമ്മയൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജെസ്യൂട്ട് സഭയിൽ 21 വയസ്സിന് മുമ്പ് ചേർന്നാലേ അവർ എടുക്കുകയുള്ളൂ, 21 വയസ്സ് കഴിഞ്ഞാൽ എടുക്കില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ പോകണം, എനിക്ക് 21 വയസ്സാകാറായി എന്ന് അവൻ പറഞ്ഞു. അപ്പനും അമ്മയ്ക്കൊക്കെ വളരെ വിഷമമായി. പക്ഷേ അപ്പനും അമ്മയും നല്ല ദൈവവിശ്വാസമുള്ളവരായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇവർക്ക് നിർബന്ധമാണെങ്കിൽ പൊക്കോട്ടെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് അവരങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കുര്യൻ തൻ്റെ ആത്മകഥ പോലെ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. അതിലെഴുതിയിട്ടുണ്ട് 15 14 വയസ്സുള്ള കുര്യൻ അന്ന് 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്നു. അപ്പോൾ അവന് ആങ്ങളെയും പെങ്ങളും പോയി, എല്ലാ ഉത്തരവാദിത്തം അവൻ്റെ തലയിലായതുപോലെയായി. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെ കോയമ്പത്തൂരിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ ഒരു ബന്ധുക്കളുണ്ട്, അവരുടെ അടുത്തേക്ക് ജോലിക്ക് വേണ്ടി പറഞ്ഞയച്ചു. അവിടെ ചെന്നപ്പോൾ 18 വയസ്സാകാതെ ജോലി കിട്ടില്ല, എന്നിട്ട് അവൻ തിരിച്ചു വരും.
പിന്നെ അവരുടെ മദ്രാസിലുള്ള ബന്ധുക്കൾ അവനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴും ഈ 16 വയസ്സായി, ഇവന് 16 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പോൾ 18 വയസ്സാകാതെ ജോലി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു വിടുകയാണ്. അങ്ങനെ അവൻ വളരെ വിഷമിച്ച് എന്നാൽ സെലിനെ പോയി കാണാമെന്ന് വിചാരിച്ച്, പെങ്ങളെ കാണാമെന്ന് വിചാരിച്ച് അവൻ ഇവരുടെ ഉർസുലൈൻ കോൺവെൻറ്റിൽ സെലിനായിരിക്കുന്ന മഠത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഈ അച്ഛൻ കാണും ഇവനെ, അച്ഛനും സിസ്റ്റേഴ്സൊക്കെ. അവിടെ അന്ന് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പൊക്കെ ആണെങ്കിൽ ഒരിക്കലും നോവീസസിനെ ഒന്നും വീട്ടുകാർക്ക് കാണാൻ അനുവദിക്കില്ല, അവരോട് സംസാരിക്കാൻ പാടില്ലെന്നൊക്കെയാണ്. അപ്പോൾ ഇവൻ്റെ കരച്ചിലും വിഷമമൊക്കെ കണ്ടപ്പോൾ അന്നത്തെ സിസ്റ്ററും മദർ സുപ്പീരിയർ നോവീസ് മിസ്ട്രസ്സും പിന്നെ അച്ഛനും ഒക്കെ കൂടെ ആലോചിച്ചിട്ട് ഇവനെ വെറുതെ ഒന്ന് കാണിച്ചു കൊടുക്കും, വർത്താനം പറയില്ല, അവിടെ വന്നിങ്ങനെ ഇവൻ കണ്ട് പോകും. അപ്പോൾ ഇവൻ കണ്ടതോട് ഇവൻ ഭയങ്കര കരച്ചിലാവും. അപ്പോൾ അച്ഛൻ ഇവനെ വിളിച്ചുകൊണ്ട് പോയി ഇവൻ്റെ വീട്ടിലെ വിശേഷമൊക്കെ ചോദിച്ചറിഞ്ഞ് ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 18 വയസ്സാകുന്നവർ നീ എൻ്റെ കൂടെ പോരെ, ഞാൻ എന്നെ സഹായിക്കുക, എന്നെ പള്ളി ജോലിക്കൊക്കെ സഹായിക്കുക, അപ്പോൾ ഞാൻ കാശ് തരാമെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പിന്നെ വീട്ടുകാർക്ക് ഇവിടെ വന്ന് താമസിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവരവിടെ വന്ന് വയനാട്ടിൽ വന്ന് ഈ അവിടെ ഒരു പള്ളിയുടെ ഒരു പറമ്പും വീടും ഉണ്ടായിരുന്നു, അവിടെ വന്ന് താമസിക്കും. അവിടെ വന്ന് താമസിച്ചപ്പോൾ ഒരു അത്ഭുതം നടക്കും. അവിടെ വെച്ച് അവരൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെയുള്ള ക്ലിനിക്കിൽ വർക്ക് ചെയ്യാൻ വന്ന ഇവരുടെ ഒരു സുഹൃത്തിനെ കണ്ടെത്തും, ഒരു ഡോക്ടറും പരിചയപ്പെടും. അപ്പോൾ ആ ഡോക്ടർ ഈ കുട്ടികളെ നോക്കി ചികിത്സിച്ച് അങ്ങനെ ഈ കുട്ടികളുടെ രോഗം അവിടെ വന്നപ്പോൾ അനിയത്തിയുടെ അനിയൻ്റെ രോഗം അവിടെ വെച്ച് മാറുകയാണ്. പിന്നെ ഈ കുര്യൻ പറയുന്നത്, കുര്യൻ അത് കഴിഞ്ഞ് അങ്ങനെ 18 വയസ്സാകുന്നത് വരെ അച്ഛൻ്റെ കൂടെയും അതുപോലെ വേറൊരു പള്ളിയിലൊക്കെ ഇവന് മാനന്തവാടിയിലൊക്കെ ജോലിയാക്കി കൊടുക്കും. അങ്ങനെയാണ് വീട് നോക്കിയിരുന്നത്. അത് കഴിഞ്ഞ് അവൻ 18 വയസ്സായപ്പോൾ അവന് ചാവക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് നടത്തുന്ന ബോട്ട് സർവീസ് ഉണ്ട്, അപ്പോൾ അതിലവന് ജോലി കിട്ടും. അങ്ങനെ ആ ബോട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ഒരു ഒരു ബന്ധു പരിചയപ്പെടും. അപ്പോൾ ഇവനെ അവർ ബാംഗ്ലൂർ അവൻ്റെ അപ്പന് ഈ ബോട്ട് സർവീസിലെ ജോലി കൊടുത്തിട്ട് അവനെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടാണ്. അവിടെ ഇന്ത്യൻ ടെലിഫോൺ കമ്പനി സർവീസിൽ അവന് ജോലി കിട്ടും. അങ്ങനെ അവർ ജോലി കിട്ടി ബാംഗ്ലൂർ. പിന്നെ ഇവരെല്ലാവരും ബാംഗ്ലൂർക്ക് കൊണ്ടുപോകും. അങ്ങനെ അവർ ബാംഗ്ലൂർ സെറ്റിൽഡ് ആവുകയാണ്. ഈ സമയത്ത് സിസ്റ്റർ സെലിൻ ഇവിടെ മഠത്തിൽ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 1954 സിസ്റ്റർ ആ മഠത്തിൽ ചേരുന്നത്, ഓസ്ലൈൻ സന്യാസ സഭയിൽ ചേരുന്നത്, അവിടുത്തെ ഫോർമേഷൻ നടക്കുന്നു. ഇനി മഠത്തിലെ സംഭവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിസ്റ്ററിന് ഒരുപാട് പരീക്ഷണങ്ങളുള്ള ഒരു സമയമായിരുന്നു. ഈ 2 വർഷ ഫോർമേഷൻ്റെ സമയം, നോവിഷ്യേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ദൈവികമായ അനുഭവങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ സിസ്റ്ററിന് ഇങ്ങനെ വിഷൻസ്, ദർശനങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഈശോ ആ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായല്ലോ. ഈശോയെ കാണാറുണ്ടായിരുന്നു അവൾ, പീഡാസഹനം സഹിക്കുന്ന ഈശോയെയും അടികൊള്ളുന്ന ഈശോയും കുരിശിൽ തൂങ്ങുന്ന ഈശോയെ കാണാറുള്ളതുപോലെ ഇവിടെ വന്നപ്പോഴും ഇങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ അനുഭവം. പിന്നെ അവിടെ ഉണ്ടായിരുന്നൊരു മഠത്തിന് പുറത്ത് പറമ്പിലൊരു കശുമാവ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കശുമാവ് ഉണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ഇവളിങ്ങനെ ഇടയ്ക്ക് കൈവിരിച്ച് നിൽക്കുന്നതും പിന്നെ അവൾ സംസാരിക്കുന്ന പോലെ വേറൊരാളെ കാണുന്ന പോലെയൊക്കെ നിൽക്കുന്നതൊക്കെ കാണാറ്. അപ്പം നോയിസ് മിസ്ട്രസ്സൊക്കെ അത് അവർ പലരും കാണുകയും അതുകൊണ്ട് അവൾക്ക് അസ്വസ്ഥതയൊക്കെ, സമൂഹത്തിൽ അസ്വസ്ഥതയാണ്, നോയിസസിൻ്റെ അടുത്ത് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവങ്ങളൊക്കെ അന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മദർ സ്റ്റെഫാനി പറയുന്നത്, എനിക്കിതൊരു ദൈവികമായ അനുഭവമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അവരതിനെ പോസിറ്റീവായിട്ട് എടുത്തു, മറ്റുള്ളവരൊന്നും കുറ്റം പറയാതിരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രാത്രിയിൽ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നതായിട്ടുണ്ടായി. ഇവളുടെ കട്ടിലൊക്കെ കിടക്കയൊക്കെ കത്തിക്കുക, പിന്നെ പാത്രങ്ങളൊക്കെ തട്ടിമറിച്ചിടുക, പിന്നെ വെള്ളമൊക്കെ ഇവളുടെ ബെഡിലൊക്കെ നിറച്ച് വെള്ളം ഒഴിക്കുക, അങ്ങനെ കുറേ ഉപദ്രവങ്ങളൊക്കെ രാത്രി. അപ്പോൾ ഗ്രൂപ്പായിട്ട് ഇവർ നോയിസസ് കിടക്കുന്നത് നടത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ പേടിയായതുകൊണ്ട് ഈ സിസ്റ്റർ സ്റ്റെഫാനി മദറിൻ്റെ റൂമിൽ, മിസ്ട്രസിൻ്റെ റൂമിൽ ഇവളെ കൊണ്ട് കിടത്താൻ തുടങ്ങി. അപ്പോൾ ഇവിടെയും കാണാം ഇങ്ങനെയൊക്കെയുള്ള ഇവളെ ബെഡ് കത്തിക്കുന്ന, മുടി വെട്ടിക്കളയുക, അങ്ങനെയൊക്കെ ഒരുപാട് ഉപദ്രവങ്ങൾ സാത്താൻ ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഇവർക്ക് സംശയമായി, സിസ്റ്റേഴ്സിനും സംശയമായി, ഇതിന് ദൈവവിളിയാണോ അത് പിശാചാണോ, അങ്ങനെയൊക്കെ ഒരു സംശയമായി. അപ്പോൾ അവർ ഈ സിസ്റ്റർ കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി. അപ്പോൾ അവരുടെ ജനറലേറ്റിലേക്കും അറിയിക്കുകയും ചെയ്യും. അങ്ങനെ 1956 ഇവൾക്ക് ഉടുപ്പിടാൻ, സാധാരണ 2 വർഷമുള്ളൂ നോവിഷ്യേറ്റ് ലൈഫ്, നോവിഷ്യേറ്റ്. അത് കഴിഞ്ഞാൽ അവർ ഉടുപ്പിട്ട് വ്രതം എടുത്ത് സന്യാസ സമൂഹത്തിലെ അംഗമായിട്ട് മാറും. അപ്പോൾ ആ സമയം വന്നപ്പോൾ ഈ സിസ്റ്റേഴ്സിനൊക്കെ സംശയമായി, ഇതിന് ശരിക്കും ദൈവവിളിയാണോ, ഇതെന്താ സംഭവം, അറിയാത്ത, നമുക്ക് പരിചയമില്ലാത്ത അപരിചിതമായ അനുഭവങ്ങളൊക്കെയാണ് ഈ കുട്ടി കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് സംശയം. അപ്പോൾ ജനറൽ പറഞ്ഞു 6 മാസം നീട്ടി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവളുടെ വ്രതം അവളിങ്ങനെ കാത്തൊരുങ്ങി ഈശോയെ സ്വീകരിക്കാൻ സ്വന്തമാകാൻ കാത്തിരുന്നിട്ട് ആ സമയമായപ്പോൾ പറഞ്ഞു 6 മാസത്തേക്ക് നിൻ്റെ വ്രത വാഗ്ദാനം നീട്ടി വയ്ക്കുകയാണെന്ന് പറഞ്ഞു.
അപ്പോഴും സെലിൻ അത് ദൈവഹിതമാണെന്ന് വിചാരിച്ച് കേട്ടു, സഹിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഇവർ തീരുമാനിച്ചു, അന്ന് വ്രതം എടുക്കാനായിട്ട് തീരുമാനിച്ച ദിവസം വന്നപ്പോഴും ഈ സിസ്റ്റർ പറയുന്നുണ്ട്, അവരുടെ നോവീസ് മിസ്ട്രസ് പറയുകയാണ്, ആ ദിവസം വീട്ടുകാരെയൊക്കെ അറിയിച്ചു, എല്ലാവരും വന്നു ഒരുങ്ങി ക്ഷണിച്ച ആ സമയത്താണ് ജനറലിൻ്റെ ഒരു ഇത് ലെറ്റർ വരുന്നത്, ഒരു 6 മാസം കൂടി നീട്ടി വയ്ക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സിസ്റ്ററിന് ആകെ വിഷമമായി, വീട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇനി നീട്ടി വയ്ക്കാമെന്ന് പറഞ്ഞ വിഷമമായില്ല. അപ്പോൾ സിസ്റ്റർ എന്താ ചെയ്യേണ്ടതെന്നല്ല. അപ്പോൾ അവരുടെ ബിഷപ്പുമായിട്ടും അതുപോലെ ഈ അവരുടെ സ്പിരിച്വൽ ഫാദറുമായിട്ടൊക്കെ സിസ്റ്റർ ഇവരെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. ഇവളെയൊക്കെ കണ്ട് സംസാരിക്കുകയും ഒക്കെ അവരും ഇവളുടെ ജീവിതത്തെ അവർ കാണുന്നുണ്ടായിരുന്നു, പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, അത് നീട്ടി വയ്ക്കണ്ട, ഇപ്പോൾ തന്നെ നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിന് ഭയം ഉണ്ടായിരുന്നു, ജനറൽ പറഞ്ഞത് മാറ്റാൻ പാടില്ല, ശരിക്കും പറഞ്ഞാൽ ജനറലിൻ്റെ കൽപ്പനയാണ് സഭയുടെ കൽപ്പന, അപ്പോൾ അത് ചെയ്യണ്ട. പക്ഷേ പിതാവ് പറഞ്ഞാൽ സാരമില്ല, ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആ സിസ്റ്ററിൻ്റെ വ്രതവാഗ്ദാനം അന്ന് നടന്നത്. അത് നടന്നത് 1957 ജൂൺ 20-ാം തീയതിയാണ് ഈ വ്രതവാഗ്ദാനം നടന്നത്. അപ്പോൾ അന്ന് ഇതുപോലെ സിസ്റ്റർ, അപ്പോൾ ഈ സിസ്റ്ററിന് പേടിയുണ്ടായിരുന്നു മിസ്ട്രസ്സിന്, എന്താണ് സംഭവിക്കാവോ, ഇവിടെ എന്താ സംഭവിക്കുക, ഈ കുട്ടിക്ക് എല്ലാ നേരവും പുതിയ ഒരു അനുഭവങ്ങളല്ലേ. അപ്പോൾ പള്ളിയിലിങ്ങനെ, അപ്പോൾ ഇവള് പറഞ്ഞു, സിസ്റ്ററിനോട് പറഞ്ഞു, എന്നോട് ഈശോ പറഞ്ഞിട്ടുണ്ട് ദിവ്യകാരുണ്യ, അന്നൊക്കെ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷമാണ് വ്രതം എടുക്കുക, അപ്പോൾ ദിവ്യകാരുണ്യ സമയത്ത് ഞാൻ നിന്നെ കാണാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിസ്റ്ററിന് പേടിയായി, ഇനിയിപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും വിഷനൊക്കെ ഉണ്ടായിട്ട് ഇവിടെ നിന്നാൽ നാട്ടുകാർ മുഴുവൻ അറിയില്ലേ, അപ്പോൾ അത് വിഷമാവില്ലേ എന്ന് ഓർത്ത് സിസ്റ്ററിന് ടെൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു, ഈശോ വന്നു, പക്ഷേ അവൾ അധിക സമയമൊന്നും നിന്നില്ല. അത് കഴിഞ്ഞ് വ്രതം എടുത്തു. വ്രതവാഗ്ദാനമൊക്കെ കഴിഞ്ഞ് ഈ സിസ്റ്റർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈശോ എൻ്റെ അടുത്ത് വന്നു, എന്നെ സ്വീകരിച്ചു. എന്നിട്ട് ഈശോ എന്നോട് പറഞ്ഞു, നിനക്ക് കൂടുതൽ സഹനങ്ങളുണ്ടാവും, പിന്നെ നിന്നെ ഞാൻ വേഗം എൻ്റെ അടുത്തേക്ക് വിളിക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമാണ് അവൾക്ക് വ്രതത്തിൻ്റെ സമയത്ത് അവൾക്ക് ലഭിച്ചത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 35 ദിവസം കഴിഞ്ഞപ്പോൾ 1957 ജൂൺ 20-നാണ് ഉടുപ്പിട്ട് വ്രതവാഗ്ദാനം ചെയ്തത്. 1957 ജൂലൈ 25-ാം തീയതി അവൾ ഒരു അസുഖം വന്ന് പതിവ് പോലെ പനി അസുഖമൊക്കെ വന്ന ഇവർ വലിയ കാര്യമൊന്നും ആക്കിയില്ല, ഡോക്ടേഴ്സ് പറഞ്ഞത് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൾ അന്ന് 25-ാം തീയതി സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുകയാണ്, ഈ ലോകത്തോടെ വിട പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സിസ്റ്ററിൻ്റെ ഭൂമിയിലെ ജീവിതം കടന്നുപോയത്. അപ്പോൾ ആരും അത്ര വലിയ കാര്യമായിട്ടൊന്നും ചിന്തിച്ചില്ല, എന്നാലും സാധാരണ പോലെ അവിടെയുള്ള സിമിത്തേരിയിൽ, മഠത്തിലല്ല, അവിടെയൊന്നും കോഴിക്കോടൊന്നും മഠത്തിൽ സംസ്കരിക്കുന്ന രീതിയില്ല. അതുകൊണ്ട് ഇടവപ്പള്ളിയിലെ അവരുടെ ഇടവക എന്ന് പറയുന്ന സിമിത്തേരി നിൽക്കുന്ന ബ്രണ്ണഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെയുള്ള ഒരു 150 വർഷത്തോളം പഴക്കമുള്ള സിമിത്തേരിയാണത്. ആ സിമിത്തേരിയിലാണ് സിസ്റ്ററിനെ കൊണ്ടുപോയി അടക്കിയത്. അപ്പോൾ അന്ന് അന്ന് തന്നെ ഒരു അത്ഭുതം നടന്നതായിട്ട് പറയുന്നുണ്ട്. അവിടെയുള്ള ഒരു മനുഷ്യൻ ഭയങ്കര തലവേദനയായിരുന്നു, അയാൾക്ക് ഭയങ്കര തലവേദനയും, അതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ അയാൾ കഷ്ടപ്പെടുകയായിരുന്നു. വീട്ടിലുള്ളവർക്ക് ഒന്നും അവരെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യൻ ഈ വീട്ടിൽ ഏതാണ്ട് ഒരു മൈലോളം ദൂരം ഉണ്ടെന്ന് പറഞ്ഞു മഠത്തിൽ നിന്ന് ഈ സിമിത്തേരിയിലേക്ക്. അപ്പോൾ ആ പോണ യാത്രയിൽ ഇയാൾ സെലിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്, എൻ്റെ തലവേദന മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അന്ന് അയാളുടെ തലവേദന മാറി, അയാൾ പിന്നത്തെ ദിവസം തുടങ്ങി ജോലിക്ക് പോകാൻ തുടങ്ങി. അയാൾക്ക് പിന്നീട് ഒരിക്കലും അസുഖം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അതാണ് ആദ്യമായിട്ട് ഈ സിസ്റ്റർ സെലിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത്. പിന്നീട് ഏതാണ്ട് അടക്ക് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നാട്ടുകാർ ശ്രദ്ധിച്ചു, ആ കല്ലറയുടെ മാത്രം ചുറ്റും ലില്ലിച്ചെടികൾ വളർന്ന് പൂത്തതായിട്ട് കണ്ടു. ഇനി നമ്മുടെ കേരളത്തിലൊക്കെ ഈ സിസ്റ്ററിനെ കുറിച്ചൊരു സംസാരിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് 2001-ലാണ്. 2001 നവംബർ 30-ന് ഒരു സംഭവം ഉണ്ടായി ഇവരുടെ പള്ളിയിൽ. കുറച്ച് മതഭ്രാന്തന്മാരായ യുവാക്കൾ വന്നിട്ട് ഈ സിമിത്തേരി ആക്രമിച്ചു. അപ്പോൾ അവർ അവിടെയുള്ള എല്ലാ കല്ലറകളും തല്ലിപ്പൊളിച്ചു, കുരിശുകളെല്ലാം ഒടിച്ച് പറിച്ച് കളഞ്ഞു, അങ്ങനെയെല്ലാം ചെയ്തു. പത്രക്കാരൊക്കെ വന്ന് ഈ സ്ഥലം ഫോട്ടോ എടുക്കാൻ വന്ന് നോക്കിയപ്പോൾ ഒരു കല്ലറ മാത്രം ഒന്നും സംഭവിക്കാതെ വളരെ സുരക്ഷിതമായിട്ട് അതായിരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു, അതിൻ്റെ കുരിശിനൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. അത് കഴിഞ്ഞ് ഇത് ചെയ്ത ഈ ആക്രമണത്തിന് വന്ന യുവാക്കളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് പോലീസ്. അപ്പോൾ പത്ര റിപ്പോർട്ടേഴ്സൊക്കെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ആ കല്ലറയുടെ അടുത്തെത്തിയപ്പോൾ അവരെ ആരോ തള്ളി ഉന്തിയിടുന്നത് പോലെ തോന്നി, അവർക്ക് ആ കുരിശെ തൊടാൻ പറ്റുന്നില്ല, ആ കല്ലറയിൽ തൊടാനും സാധിച്ചില്ല എന്ന് പറഞ്ഞു. ഇത് വലിയൊരു അത്ഭുതമായിട്ട് അന്നത്തെ ആ ചുറ്റുവട്ടത്തുള്ളവരും അതങ്ങനെ കേരളത്തിലേക്ക് പലയിടത്തും പടരാൻ തുടങ്ങി.
അപ്പോൾ സെലിനെക്കുറിച്ച് എല്ലാവരും പ്രാർത്ഥിക്കാൻ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത്രയും വലിയ ഒരു ആക്രമണം ഉണ്ടായിട്ട് അപ്പോൾ ദൈവം ആ കല്ലറയെയും ആ കുരിശിനെയും സംരക്ഷിച്ചതൊരു അടയാളമാണ്. അപ്പോൾ അവൾ വിശുദ്ധ. അതിൽ നിന്നാണ് ഈ സിസ്റ്ററിൻ്റെ നാമകരണ നടപടികളിലേക്ക്, വിശുദ്ധയാക്കാനുള്ള നടപടികളിലേക്ക് സഭയും, ആ ഇടവക ആദ്യം വന്നു, രൂപത ആദ്യം വന്നു, അങ്ങനെ സാവധാനം അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ എടുത്തു. അതിനുശേഷം 2009 ഈ നാമകരണ നടപടികൾ തുടങ്ങുന്നത്. 2012 ഫെബ്രുവരി 28 സിസ്റ്റർ സെലിനെ റോമൻ കാത്തലിക് സഭയിലെ ഔദ്യോഗികമായിട്ട് ദൈവദാസിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇനി വിശുദ്ധിയുടെ പല പടവുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ ബാക്കിയിരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് സഭ അവളോട് പ്രാർത്ഥിക്കുകയും അതുപോലെ വണങ്ങുകയും ദേവാലയത്തിൽ അവൾക്ക് വേണ്ടി അവളോടുള്ള പ്രാർത്ഥനകൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർസ്ലൈൻ സഭയെ അതിനെ ഈ അവരുടെ ഇന്ത്യയിലെ ആദ്യത്തെ മരണമായിരുന്നു ഈ സിസ്റ്റർ സെലിൻ്റേത്. ഒരു ചെറിയ സിസ്റ്ററാണെങ്കിലും ഇന്ത്യയിലെ അവരുടെ സമൂഹത്തിലെ ആദ്യത്തെ മരണമായിരുന്നു. അവർക്ക് ഷോക്കായിരുന്നു. അപ്പോൾ ഈ സിസ്റ്ററിൽ അവർക്കും ഒരു അത്ഭുതം കിട്ടി. അതിതാണ്, ഈ സിസ്റ്റർ മരിച്ചപ്പോൾ മദറിന് വളരെ വിഷമമായി. ഈ സിസ്റ്ററാണ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ അസുഖമൊക്കെ ഉണ്ടെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിരുന്നത്, നോവിഷ്യറ്റ് കാലത്ത് പിന്നെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിരുന്നത് ഈ സിസ്റ്ററായിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കാൻ ഇപ്പോൾ ഒരു ടീച്ചറില്ല ഞങ്ങൾക്ക്. അപ്പോൾ സെലിനോട് പ്രാർത്ഥിച്ചു ഒരു ടീച്ചറിനെ ഞങ്ങൾക്ക് തരണമെന്ന്. അപ്പോൾ ഒരു അന്നക്കുട്ടി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വയനാട്ടിൽ നിന്ന് ഇവിടെ ജോലി അന്വേഷിച്ച് വരികയും അപ്പോൾ പിന്നീട് ആ സിസ്റ്റർ ജെത്രൂ എന്ന് പേര് സ്വീകരിച്ച് സിസ്റ്ററായി തീരുകയും ചെയ്തു. അപ്പോൾ അത് സഭയോട് ഈ ഓർസ്ലൈൻ സഭയ്ക്ക് സെലിൻ നൽകിയ വലിയ സമ്മാനമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. ഇനി അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ സെലിനോട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അവളുടെ ജീവചരിത്രത്തിലൊക്കെ വായിച്ചാൽ സാധിക്കും. അപ്പോൾ നമുക്കെല്ലാവർക്കും സ്വർഗത്തിലൊരു മധ്യസ്ഥയാണ്. എന്തിനുള്ള മധ്യസ്ഥ? നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ മനസ്സിൽ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലുള്ള സപ്രസ് ചെയ്ത് കിടക്കുന്ന എല്ലാ മുറിവുകൾ അത് ഉണക്കാനായിട്ട്, നമ്മുടെ ദുഃഖങ്ങളെ കണ്ണീര് തുടയ്ക്കാനായിട്ട്, അങ്ങനെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് തരാനായിട്ട് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്ന ഒരു സിസ്റ്റർ നമ്മളെ പരിഹാര ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ലോകത്തിനും മനുഷ്യർക്കും വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ട് ഈശോയുടെ പീഡാനുഭവത്തിൽ പങ്കുചേർന്നുകൊണ്ട് ലോകത്തെ രക്ഷിക്കാനായിട്ട്, രക്ഷകരാകാൻ നമ്മെ വിളിക്കുന്ന ഒരു വിശുദ്ധയായിട്ട് സിസ്റ്റർ സെലിൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു.